ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു വാഴയിലയിൽ നല്ല പൊതിച്ചോറ് തിന്നാലോ. നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന നല്ല കിടിലൻ പൊതിച്ചോറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേരെ കവർ കഴിക്കാം. നല്ല വീട്ടിൽ നമ്മൾ വാഴയിൽ നിന്ന് വെട്ടി അതിൽ നല്ല ഇതാക്കി കൊണ്ടുവന്ന പൊതിച്ചോറാണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല വാഴയില വാട്ടിയതിൻ്റെയും ഇത് കറികളുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്കത് ഓപ്പണാക്കി നോക്കാം. സംഭവം നമ്മൾ നിലവിൽ ഓപ്പണാക്കാണ്. വാഴ തുറക്കുമ്പോൾ തന്നെ അറിയട്ടെ, അതിൻ്റെ ആ ഒരു മണവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പ്രത്യേകതരം ഒരു മണവും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഒത്തിരി വെള്ളം കുടിച്ചിട്ട് സംഭവം തുടങ്ങും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ലതാണ്. ഭക്ഷണത്തിന് ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ വെള്ളം കുടിക്കുക. അങ്ങനെയല്ല, നമ്മൾ ഓപ്പണാക്കി നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അതേ ഒരു പപ്പടവും ഇതൊരു പപ്പടം ഇച്ചിരി കറിയിൽ കുതിർന്ന് പോയിട്ടാണ്. നമ്മുടെ മുട്ട നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. മുട്ട പൊരിച്ചത്, ഓംപ്ലേറ്റ്. പിന്നെ നേരെ തുറന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ നല്ല അടിപൊളി കേരക്കറിയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വാങ്ങിച്ച നല്ല കേരക്കറിയും കേര പൊരിച്ചത്, അതുപോലെ തന്നെ നല്ല അടിപൊളി ക്യാബേജ് തോരൻ, പിന്നെ നല്ലൊരു ചമ്മന്തി ഇട്ട മുളകിൻ്റെ നല്ലൊരു ചമ്മന്തി, പിന്നെ വടപുളി അച്ചാർ. അങ്ങനെ ഇത്രയും ഐറ്റം കൂട്ടിയാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോണത്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോകുമ്പോൾ നല്ല കിടിലൻ ഫുഡാണ്. കടകളിൽ നിന്ന് പോലും ഇങ്ങനെ സംഭവം കിട്ടൂല കേട്ടോ. ഇതതിൻ്റെ സ്മെല്ലാണ് സഹിക്കാൻ പറ്റാത്തത്. വാഴയില വാട്ടി അതിൻ്റെ കറികളും എല്ലാം നല്ല കിടിലൻ സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മീൻ പൊരിച്ചതും, മീൻ വച്ചത്, കേരയുണ്ട, നല്ല മുട്ട വറുത്തത്, നല്ല വടപുളി അച്ചാർ, ക്യാബേജ് തോരൻ, പിന്നെ ചമ്മന്തി. ഇത്രയും ഐറ്റം കൂട്ടിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോണത്. അപ്പം നിലവിൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കണ്ടിട്ട് കൊതിയായിട്ട് രക്ഷയില്ല കേട്ടോ. അപ്പം നിലവിൽ കഴിച്ചു നോക്കുമ്പോൾ എൻ്റെ പൊന്നോ കിടിലൻ, ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ സാധനം. എല്ലാവരും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. വാഴയിൽ പ്രത്യേകം പറയണ്ടല്ലോ, വാഴയില വാട്ടി ആ കറികളും എല്ലാത്തിൻ്റെയും നല്ല ഫ്ലേവർ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ ഫോളോ ചെയ്യുക, നമ്മുടെ കൂടെ കൂടിക്കോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.